എല്ലാവർക്കും നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓപ്പൺ കോഴ്സായിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് റൈറ്റ്സ് ആണ്. അപ്പം റൈറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4 categories. ദേ ആർ നാച്ചുറൽ റൈറ്റ്സ്, മോറൽ റൈറ്റ്സ്, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ലീഗൽ റൈറ്റ്സ്. അപ്പം റൈറ്റ്സിന് എത്ര എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? 4 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? നാച്ചുറൽ റൈറ്റ്സ്, മോറൽ റൈറ്റ്സ്, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ലീഗൽ റൈറ്റ്സ്. Legal rights are further subdivided into 3 groups: civil, politics and economic rights. അപ്പം ലീഗൽ റൈറ്റ്സിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യം ഈ നാച്ചുറൽ റൈറ്റ്സും മോറൽ റൈറ്റ്സും ഹ്യൂമൻ റൈറ്റ്സും ലീഗൽ റൈറ്റ്സും കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതിൻ്റെ സബ് ഡിവിഷൻ നോക്കാം. അപ്പം ആദ്യം നമുക്ക് ഒന്നാമത്തെ റൈറ്റ് നോക്കാം. ഒന്നാമത്തെ റൈറ്റ് എന്താണ്? നാച്ചുറൽ റൈറ്റ്സ് ആണ്. അപ്പോൾ by natural rights we mean those rights which are enjoyed by the people even before the origin of state. According to writers like Hobbes and Locke, natural rights were those rights which are enjoyed by the individuals in the state of nature. According to Rousseau, natural rights were those ideal rights which are enjoyed by the individual before the origin of the state. The old view with regard to natural right, it is not accepted today. The only sense in which the theory of natural right is accepted that those rights are considered to be natural and essential for the individual whether they are actually recognized or not. അപ്പോൾ അതിലെന്താ പറയുന്നത്? നാച്ചുറൽ റൈറ്റ് എന്താണെന്നുള്ളത്, സംസ്ഥാനത്തിൻ്റെ ഉത്ഭവത്തിന് മുമ്പ് തന്നെ ജനങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന അവകാശങ്ങളാണ് എന്ത്? നാച്ചുറൽ റൈറ്റ് അല്ലെങ്കിൽ സ്വാഭാവിക അവകാശങ്ങൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹോബ്സ്, ലോക്ക് തുടങ്ങിയ എഴുത്തുകാർ അവരുടെ അഭിപ്രായത്തിൽ പ്രകൃതിയുടെ അവസ്ഥയിൽ വ്യക്തികൾ ആസ്വദിക്കുന്ന അവകാശങ്ങളാണ് എന്ത്? നാച്ചുറൽ റൈറ്റ്സ്. റൂസോയുടെ അഭിപ്രായത്തിൽ രാഷ്ട്രത്തിൻ്റെ ഉത്ഭവത്തിന് മുമ്പ് വ്യക്തികൾ അനുഭവിച്ചിരുന്ന അനുയോജ്യമായ അവകാശങ്ങളാണ് എന്ത്? നാച്ചുറൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വാഭാവിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. നാച്ചുറൽ റൈറ്റ്സ് അല്ലെങ്കിൽ സ്വാഭാവിക അവകാശങ്ങളെ സംബന്ധിച്ച പഴയ കാഴ്ചപ്പാട് ഇന്ന് അംഗീകരിക്കപ്പെടുന്നില്ല. സ്വാഭാവിക അവകാശങ്ങളുടെ സിദ്ധാന്തം അംഗീകരിക്കപ്പെടുന്ന ഒരേ ഒരു അർത്ഥം ആ അവകാശങ്ങൾ യഥാർത്ഥത്തിൽ അംഗീകരിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും വ്യക്തിക്ക് സ്വാഭാവികവും അനിവാര്യവുമാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതാണ് നാച്ചുറൽ റൈറ്റ്സ്. അടുത്തത് മോറൽ റൈറ്റ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. മോറൽ റൈറ്റ്സ് ആർ ബേസ്ഡ് ഓൺ അവർ മൊറാലിറ്റി, ജസ്റ്റിസ് ഓർ കോൺഷ്യസ്നെസ് ആൻഡ് ദേ ആർ നോട്ട് ഗ്യാരണ്ടീഡ് ബൈ any legal authority. Moral rights are largely based on religious belief and the moral conception of the people in any society. Therefore, they differ from society to society. They arise out of man's moral sense. Ritchie defines moral rights as the claim of an individual on other recognized by the society irrespective of its recognition by the state. അപ്പോൾ മോറൽ റൈറ്റ് എന്താണെന്ന് വെച്ചാൽ ധാർമ്മിക അവകാശം എന്നാണ് മോറൽ റൈറ്റ്സിൻ്റെ മലയാളം. അപ്പം ധാർമ്മിക അവകാശങ്ങൾ നമ്മുടെ ധാർമ്മികത, നീതി അല്ലെങ്കിൽ മനസ്സാക്ഷി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അവയ്ക്ക് ഏതെങ്കിലും ഒരു നിയമപരമായ അധികാരം ഉറപ്പു നൽകുന്നില്ല. ധാർമ്മിക അവകാശങ്ങൾ പ്രധാനമായും മതവിശ്വാസങ്ങളെയും ഏതൊരു സമൂഹത്തിലെ ആളുകളുടെ ധാർമ്മിക സങ്കല്പങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതിനാൽ അവ സമൂഹത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ്റെ ധാർമ്മിക ബോധത്തിൽ നിന്നാണ് അവ ഉടലെടുക്കുന്നത്. റിച്ചി മോറൽ റൈറ്റ്സിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തത് സമൂഹം അംഗീകരിക്കുന്നവരുടെ അവകാശവാദം എന്നാണ്. ഇതാണ് മോറൽ റൈറ്റ്സിനെ കുറിച്ച് ഉള്ളത്. അടുത്തത് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. ഹ്യൂമൻ റൈറ്റ്സ് ആർ റൈറ്റ് inherent to all human beings without any discrimination on ground of nationality, religion, language, origin, etc. These rights are often expressed and guaranteed by law, which is in the form of treaties, customary international law and such other general principles. The Universal Declaration of Human Rights, that is UDHR, December 10, 1948, constitute for the most significant effort in direction of protection, preservation and promotion of human rights in the international sphere. The UHRD has been termed as a historic event of profound significance and one of the greatest achievements of the United Nations.
അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് വെച്ചാൽ ദേശീയത, പ്രദേശം, ഭാഷ, ഉത്ഭവം മുതലായവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനമില്ലാത്ത എല്ലാ മനുഷ്യർക്കും അന്തർലീനമായ അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. ഈ അവകാശങ്ങൾ പലപ്പോഴും ഉടമ്പടികൾ, സാമ്പ്രദായിക രാഷ്ട്രീയ നിയമങ്ങൾ, മറ്റു പൊതു നിയമങ്ങൾ എന്നിവയുടെ രൂപത്തിൽ നിയമത്താൽ പ്രകടിപ്പിക്കുകയും ഉറപ്പു നൽകുകയും ചെയ്യുന്ന തത്വങ്ങളെയാണ് എന്ത് മനുഷ്യാവകാശങ്ങളുടെ സാർവത്രികമായ പ്രഖ്യാപനം എന്ന് പറയുന്നത്. UDHR ഡിസംബർ 10, 1948 അന്താരാഷ്ട്ര മേഖലയിൽ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശ്രമമാണിത്. UHRDയെ ആഘാതമായ പ്രാധാന്യമുള്ള ഒരു ചരിത്ര സംഭവമായും ഐക്യരാഷ്ട്രസഭ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായും വിശേഷിക്കുന്നുണ്ട്. ഇത്രയാണ് ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റിയിട്ടും പറയാനുള്ളത്. അടുത്ത് ലീഗൽ റൈറ്റ്സ് ആണ്. ലീഗൽ റൈറ്റ്സ് ആർ ദോസ് റൈറ്റ്സ് വിച്ച് ആർ conferred and protected by the state. Legal rights may be defined as the claim recognized by the state. These rights are enforced by the state through its police and court. The courts are the competent authorities to protect and enforce such law and have the power to award punishment if any such law is breached. Legal rights are embodied in the Constitution. Legal rights are further divided into 3 categories, namely civil rights, political rights and economic rights. അപ്പോൾ ലീഗൽ റൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താ? ലീഗൽ റൈറ്റ്സ് എന്നത് സംസ്ഥാനത്ത് നടപ്പിലാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന അവകാശങ്ങളാണ് എന്ത് ലീഗൽ റൈറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനം അംഗീകരിച്ച ക്ലെയിമുകളിൽ നിയമപരമായ അവകാശങ്ങൾ നിർവചിക്കാം. ഈ അവകാശങ്ങൾ നടപ്പിലാക്കുന്നത് സംസ്ഥാനം അതിൻ്റെ പോലീസുകാരോടുകൂടിയാണ് ഈ അവകാശങ്ങളൊക്കെ നടപ്പിലാക്കുന്നത്. അത് കോർട്ടിലൂടെയാണ്. അത്തരം നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള അധികാരം കോടതികൾക്കാണ്. അത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു എങ്കിൽ ശിക്ഷ വിധിക്കാൻ അധികാരമുണ്ട്. നിയമപരമായ അവകാശങ്ങളെ പൗരാവകാശങ്ങളെന്നും രാഷ്ട്രീയ അവകാശങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. അതായത് സിവിൽ റൈറ്റ്സ്, പൊളിറ്റിക്കൽ റൈറ്റ്സ് ആൻഡ് എക്കണോമിക് റൈറ്റ്സ് എന്ന് ലീഗൽ റൈറ്റ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി ലീഗൽ റൈറ്റ്സിൻ്റെ 3 സബ് ഡിവിഷനാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ലീഗൽ റൈറ്റ്സിനെ എത്രണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? 3 എണ്ണമായിട്ട്. ഫസ്റ്റത്തെ സിവിൽ റൈറ്റ്സ്, രണ്ടാമത്തത് പൊളിറ്റിക്കൽ റൈറ്റ്സ്, മൂന്നാമത്തത് എക്കണോമിക് റൈറ്റ്. അപ്പോൾ സിവിൽ റൈറ്റ്സിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ് നോക്കാം. അതൊന്നാമത്താണ് റൈറ്റ് ടു ലൈഫ്, 2 റൈറ്റ് ടു ഫ്രീഡം, 3 പേഴ്സണൽ സെക്യൂരിറ്റി, 4 റൈറ്റ് ടു പ്രോപ്പർട്ടി, 5 റൈറ്റ് ടു എക്സ്പ്രഷൻ, സ്പീച്ച് ആൻഡ് പ്രസ്, 6 ഫ്രീഡം ഓഫ് അസംബ്ലി, 7 ഫ്രീഡം ടു ഫോം യൂണിയൻ ആൻഡ് അസോസിയേഷൻ, 8 റൈറ്റ് ടു ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഇനി പൊളിറ്റിക്കൽ റൈറ്റ്സിൽ വരുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തത് പറയുന്നത് റൈറ്റ് ടു വോട്ട്, 2 റൈറ്റ് ടു കണ്ടക്ട് election, 3 റൈറ്റ് ടു ഫോം പൊളിറ്റിക്കൽ പാർട്ടീസ്, 4 റൈറ്റ് ടു ഹോൾഡ് പബ്ലിക് മീറ്റിംഗ്, 5 റൈറ്റ് ടു ക്രിട്ടിസൈസ് ഗവൺമെൻറ് ആൻഡ് ഡിസൊബേ ഇറ്റ്സ് അൺജസ്റ്റ് ലോ, 6 റൈറ്റ് ടു പെറ്റീഷൻ, 7 റൈറ്റ് ടു ഹോൾഡ് പബ്ലിക് ഓഫീസ്. ഇനി എക്കണോമിക് റൈറ്റ്സിൽ വരുന്ന ഭാഗങ്ങളാണ് എന്തൊക്കെയാണ് വരുന്നതെന്നാണ് നോക്കുന്നത്. അതിലൊന്നാമത് വരുന്നത് റൈറ്റ് ടു വർക്ക്, രണ്ടാമത് റൈറ്റ് ടു ലേജർ ആൻഡ് റെസ്റ്റ്, 3 റൈറ്റ് ടു ഫോം ട്രേഡ് യൂണിയൻസ്, 4 റൈറ്റ് ടു എഡ്യൂക്കേറ്റ് വേജസ്, 5 റൈറ്റ് എഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, 6 റൈറ്റ് ടു സോഷ്യൽ സെക്യൂരിറ്റി, 7 റൈറ്റ് ടു ഈക്വൽ വേജസ് ഫോർ ഈക്വൽ വർക്ക്. ഇതിൽ സിവിൽ റൈറ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സിവിൽ റൈറ്റ്സ്, ദേ ആർ ദോസ് റൈറ്റ് വിതൗട്ട് വിച്ച് നോ സിവിലൈസ്ഡ് ലൈഫ് ഈസ് പോസിബിൾ. Civilized life is impossible under the fear of being hurt, attacked, killed, or our property confiscated. Civil rights are considered to be primary and more vital than the other two. The civil rights include the civil right to life, right to personal freedom, personal security, right to family life, right to property, right to worship, right to education, right to contract, right to freedom of speech and expression, freedom of press, freedom to form union and association, right to freedom of conscience,
റൈറ്റ് ടു ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. അപ്പോൾ സിവിൽ റൈറ്റ് എന്താണെന്നുള്ളത് പറഞ്ഞാൽ പരിഷ്കൃതമായ ജീവിതം സാധ്യമല്ലാത്ത അവകാശങ്ങളാണ് എന്തെന്ന് പറയുന്നത് സിവിൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഉപദ്രവിക്കപ്പെടുമെന്നോ ആക്രമിക്കപ്പെടുമെന്നോ കൊല്ലപ്പെടുമെന്നോ നമ്മുടെ സ്വത്ത് കണ്ടുകിട്ടുമെന്നോ ഉള്ള ഭയത്തിൽ നാഗരിക ജീവിതം അസാധ്യമാണ്. പൗരാവകാശങ്ങൾ മറ്റ് രണ്ടിനേക്കാൾ പ്രാഥമികവും സുപ്രധാനവുമായി കണക്കാക്കപ്പെടുന്നു. പൗരാവകാശങ്ങളിൽ ജീവിക്കാനുള്ള അവകാശം, വ്യക്തി സ്വാതന്ത്ര്യം, വ്യക്തി സുരക്ഷ, കുടുംബജീവിതത്തിനുള്ള അവകാശം, സ്വത്തവകാശം, ആരാധനയ്ക്കുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, കരാറിനുള്ള അവകാശം, സംസാരത്തിനുള്ള അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, പത്രസ്വാതന്ത്ര്യം, യൂണിയനുകളും അസോസിയേഷനുകളും രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, മനസാക്ഷിയുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, നിയമത്തിന് മുന്നിൽ തുല്യതയ്ക്കുള്ള അവകാശം, നിയമത്തിൻ്റെ തുല്യ സംരക്ഷണം തുടങ്ങിയവയാണ് സിവിൽ റൈറ്റ്സിൽ ഉൾപ്പെടുന്നത്. അടുത്തത് പൊളിറ്റിക്കൽ റൈറ്റ്സ്. They are those rights which enable the people to have a share in the administration of the country. By exercising the political rights, the individual participate in the affair relating to the administration of the country. The political rights include the right to vote, right to contest election, right to form political parties, right to hold public meeting, right to criticize government and disobey its unjust law, right to petition, right to resist, right to hold public office, etc. അപ്പം പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ ഭരണത്തിൽ ജനങ്ങൾക്ക് പങ്കാളിത്തം നൽകാൻ പ്രാപ്തരാക്കുന്ന അവകാശങ്ങളെയാണ് പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ റൈറ്റ്സ് വിനിയോഗിക്കുന്നതിലൂടെ വ്യക്തി രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ ബന്ധപ്പെടുകയും രാഷ്ട്രീയ അവകാശങ്ങളിൽ വോട്ടവകാശം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കാനുള്ള അവകാശം, സർക്കാരിനെ വിമർശിക്കാനുള്ള അവകാശം എന്നിവ ഉൾപ്പെടുന്നു. അതിൻ്റെ അന്യായമായ നിയമങ്ങൾ അനുസരിക്കാതിരിക്കുക, ഹർജി നൽകാനുള്ള അവകാശം, താമസിക്കാനുള്ള അവകാശം, ചെറുക്കാനുള്ള അവകാശം, പബ്ലിക് ഓഫീസ് വഹിക്കാനുള്ള അവകാശം തുടങ്ങിയവയെല്ലാം പൊളിറ്റിക്സ് റൈറ്റിൽ വരുന്നതാണ്. അടുത്താണ് എക്കണോമിക് റൈറ്റ്. Political and civil rights are meaningless unless some right to adequate wages and right to reasonable hour of work. These economic right to work, right to leisure and rest, right to form trade union, right to adequate wages, right against exploitation, right to social security, right to equal wages for equal work. The Constitution of India has a rich content in all the civil, political, socio-economic and cultural rights. അപ്പം എക്കണോമിക് റൈറ്റ് എന്ന് വെച്ചാൽ ചില സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പു നൽകിയില്ലെങ്കിൽ രാഷ്ട്രീയ പൗരാവകാശങ്ങൾ എന്താണ് അർത്ഥശൂന്യമാണ്. സാമ്പത്തിക അവകാശങ്ങളിൽ ജോലി ചെയ്യാനുള്ള അവകാശം, മതിയായ വേതനത്തിനുള്ള അവകാശം, അന്താരാഷ്ട്ര അവകാശം, ന്യായമായ സമയത്ത് ജോലി ചെയ്യാനുള്ള അവകാശം എന്നിവ ഉൾപ്പെടുന്നു. ഈ സാമ്പത്തിക സാഹചര്യങ്ങളിൽ മനുഷ്യൻ്റെ സാമ്പത്തികവും രാഷ്ട്രീയമായ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണ്. ജോലി ചെയ്യാനുള്ള അവകാശം, വിശ്രമത്തിനുള്ള അവകാശം, ട്രേഡ് യൂണിയനുകൾ രൂപീകരിക്കാനുള്ള അവകാശം, മതിയായ കോൺസെർവ് വേതനത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം, സാമൂഹിക സുരക്ഷയ്ക്കുള്ള അവകാശം, ഇന്ത്യൻ ഭരണഘടനയിൽ എല്ലാ പൗര രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക സമ്പന്നതയ്ക്കുള്ള അവകാശങ്ങളും ഇന്ത്യയിൽ ഉൾപ്പെടുന്നതാണ്, എക്കണോമിക് റൈറ്റ്സിൽ ഉൾപ്പെടുന്നു. ഇത്രയുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.